കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ നിഷ്താഫിറിനെ PAT-NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലിലാക്കി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PAT-NDPS നിയമപ്രകാരമുള്ള ഈ വർഷത്തെ 5ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് PAT-NDPS ആക്ട്. കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ നിഷ്താഫിർ 29 വയസ്സ് എന്നയാൾ 2021 മുതൽ 2025 വരെ 4 മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ തടങ്കലിലാക്കുന്നതിനായി കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് നിഷ്താഫിറിനെ അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടങ്കലിലാക്കി ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി കൊണ്ടുപോയിട്ടുള്ളതാണ്. നിഷ്താഫിർ 2021 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 18.85 ഗ്രാം മെത്താഫിറ്റമിൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും 2023 എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 ഗ്രാം MDMA, 3.03 ഗ്രാം ഹാഷിഷ് ഓയിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5.28 ഗ്രാം MDMA വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും 2025 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച കേസിലും എന്നിങ്ങനെയുള്ള 4 ക്രിമിനൽ കേസുകളിലും കൂടാതെ 2020 കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ആക്രമിച്ച് പണം തട്ടിയെടുത്ത കേസിലും പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ BK, SI-മാരായ സാലിം K, പ്രദീപ് CR, ASI ലിജു ഇയാനി, GSCPO ബിജു, CPO-മാരായ നിഷാന്ത്, സുർജിത്ത് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും PAT-NDPS പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചു. തുടർന്നും കൂടുതൽ പേർക്കെതിരെ PAT-NDPS പ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS അറിയിച്ചു.